കിച്ചൺ റിനോവേറ്റ് ചെയ്യാനുള്ള ആലോചനയിലാണോ? എന്നാൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇടമായതിനാൽ തന്നെ അതിൻ്റെ ഡിസൈനിങ്ങിലും നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് കിച്ചണിൻ്റെ ലേഔട്ടിലാണ്. സിങ്ക്, കുക്ക് ടോപ്പ്, റെഫ്രിജറേറ്റർ എന്നിവയുടെ സ്ഥാനങ്ങൾ അതാത് രീതിയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. കിച്ചണിലേക്ക് പ്രോപ്പർ ലൈറ്റ്സ്, എയർ സർക്കുലേഷൻ ഇതൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനിഷ്യലി തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. വിൻഡോസിൻ്റെ പൊസിഷന് അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കിച്ചൺ ആയതുകൊണ്ട് തന്നെ സ്റ്റോറേജ് പ്ലാനിങ്ങിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൈക്രോവേവ്, മിക്സി മുതലായവ അവിടെയും ഇവിടെയുമായി പ്ലേസ് ചെയ്യാതെ അതിൻ്റേതായിട്ടുള്ള പൊസിഷൻ ഇനിഷ്യലി തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കിച്ചണിൽ അധിക നേരം നിന്ന് വർക്ക് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കിച്ചൺ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഓവറോൾ ഇൻറ്റീരിയർ തീമിന് അനുസരിച്ചിട്ട് തന്നെ ഫ്ലോറിങ്ങും ഷെയ്ഡ്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ കൂടുതൽ മനോഹരമാക്കാൻ പറ്റും.